നമ്മൾ പൊങ്കാല ഇടാനായിട്ട് ആറ്റുകാൽ പോകാൻ പറ്റില്ലല്ലോ, പാലുവിനെയും കൊണ്ട് അത്രയും ദൂരം പോകാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കല ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവർ വാങ്ങാൻ വന്നതാണ്. ഇതല്ലേ ഇത് നമസ്കാരം, പാലു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സ്ത്രീകൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് നാളെ. നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല ദിവസമാണ്. അപ്പം എന്താണ്, നമുക്ക് എല്ലാ വർഷവും ഇത് ഇടണമെന്ന് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു മോഹം ഉണ്ടാവുക. അപ്പം ഞാൻ നേരത്തെയൊക്കെ ആറ്റുകാലിൽ പോയി പൊങ്കാല ഇടുമായിരുന്നു. പാലും ഉണ്ടായതിന് ശേഷം എനിക്ക് ആ കുഞ്ഞുമായിട്ട് അവളെ നോക്കാനും ഇത്രയും ചൂടും ഇതെല്ലാം വരുമ്പോൾ അവൾക്കും അസ്വസ്ഥതയാവും. അതുകൊണ്ട് ഞാൻ പിന്നെ പാലുണ്ടായതിന് ശേഷം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ പോയാണ് ഞാൻ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനും ആര്യയും കൂടെ 3 പൊങ്കാല ഇട്ടായിരുന്നു. ഇത്തവണ അവൾ വിവാഹിതയായി, അവൾ ദിലീപിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവർ ഇത്തവണ വീടൊക്കെ പൊളിച്ച് പുതിയ വീട് വെച്ചപ്പോൾ ആര്യയോട് ഞാൻ അവിടെ പൊങ്കാല ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ അമ്മയും ആര്യയും കൂടെ അവിടെ പൊങ്കാല ഇടും. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ 3 പൊങ്കാല ഞങ്ങൾ ഒന്നിച്ചിടുമ്പോൾ അടുത്ത വർഷം ആര്യ കല്യാണം കഴിച്ച് പോകുന്നതൊന്നും ഞാൻ മനസ്സിൽ നനച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം അതുകൊണ്ട് അവളെ ഞാൻ വിളിച്ചു പറഞ്ഞു അവിടെ അമ്മയായിട്ട് പൊങ്കാല ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളവിടെ പൊങ്കാല ഇടും. അപ്പോൾ ഞാൻ ഫ്ലാറ്റിലായതുകൊണ്ട് നമ്മളവിടെ റെൻറ്റിനായതുകൊണ്ട് ഓണറോട് ചോദിക്കണം നമ്മളവിടെ പൊങ്കാല ഇട്ടോട്ടെ എന്നൊക്കെ. അപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അവിടെ ടൈൽസിലൊന്നും നമുക്ക് കല്ലുകൂട്ടിയൊന്നും പൊങ്കാല ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും എൻ്റെ ഒരു വീട് പോലെ തന്നെയുള്ള, നിങ്ങൾക്കൊക്കെ അറിയാം, രഞ്ജിത്തിയുടെ സുസ്മിയുള്ളവർ അവരുടെ ഫാമിലി ആയിട്ടുള്ള അവിടെ വന്നാണ് ഞാൻ പൊങ്കാല ഇടാൻ വന്നേക്കണം. അപ്പം സുസ്മിയുടെ കുട്ടികളും നമ്മൾ തന്നെ ഒരു കുട്ടിയായിട്ട് ചിഹ്നമുണ്ട്. ഞങ്ങൾ 5 പേരും കൂടെ നാളെ അവിടെയാണ് പൊങ്കാല ഇടുന്നത്. അപ്പം നമ്മൾ സ്വന്തം എന്താ പറയുക, മിറ്റമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് വന്നാൽ ഇവിടെ വന്ന് എന്താ പറയുക, കുറച്ച് പേർ ഒന്നിച്ചു കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കും മനസ്സിനൊരു നിറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊങ്കാല ഇടാനായിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മൾ പൊങ്കാല കല ഒരുക്കാനായിട്ട് നമ്മൾ ഇത് കെട്ടിയ മാല മേടിക്കാൻ പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ ജമന്തിപ്പൂ വാങ്ങി ഇനിയിപ്പോൾ ഇത് കെട്ടണം. അപ്പോൾ നമ്മൾ കലമൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചേക്കാണ്. അപ്പോൾ നാളെ രാവിലെ ഇനി ബാക്കി പരിപാടി ഇതൊന്ന് കെട്ടി എല്ലാം വെച്ച് നമ്മളിത് വൃത്തിയായിട്ട് വേണം നമുക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പൊങ്കാല ഒരുക്കങ്ങളിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും പൊങ്കാല ഇടുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എല്ലാവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് ദേവിയുടെ അടുക്കൽ ഇങ്ങനെ എല്ലാവരും ഹൃദയം തുറന്ന് നമ്മുടെ അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ടും വീടിന് വേണ്ടിയിട്ടും ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ പൊങ്കാല സമർപ്പിക്കണം. അപ്പോൾ എല്ലാ അമ്മമാർക്കും സുഖമായിട്ട് ഒരു തടസ്സങ്ങളും ഇല്ലാതെ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, സന്തോഷം തരുന്നൊരു പൊങ്കാല ആവട്ടെ. എല്ലാവർക്കും പൊങ്കാലയുടെ എല്ലാ ആശംസകളും നേരെയാണ്. പാലിക്കുട്ടൻ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് വന്നേക്കാണ്. പാലിക്കുട്ടനും എൻ്റെ കൂടെ നോയമ്പൊക്കെ എടുത്ത് നാളെ പാലിക്കുട്ടനും പൊങ്കാല ഇടും അല്ലേ? പാലിക്കുട്ടൻ ഡാൻസ് കളിച്ചാ? പൊങ്കാല ഇടുന്നുണ്ടോ നാളെ? ഇവിടെ ഇപ്പോൾ സുസ്മിയുടെ മോള് വാവ ഇടും. വാവ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. വാവ ഭയങ്കര ഡാൻസറാണ്, സ്റ്റേറ്റ് വിന്നറൊക്കെയാണ്. അപ്പോൾ അവളും ആയിട്ട് മേലെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് അവിടെയും ഒരു ഡാൻസ് സ്റ്റുഡിയോ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ണാടിയൊക്കെ ഉള്ളതാണ്. അവിടെ പോയി വാവയുടെ കൂടെ പാലു പ്രാക്ടീസ് ചെയ്തിട്ട് വന്നേക്ക്. ഇതുപോലെ റിച്ചിരുന്നോണ്ട് കെട്ടാൻ പാടാം. സന്ദീപ് ചേട്ടൻ മതി ആൻറ്റി. പാലു അമ്മൂമ്മ ചേച്ചീനെ
അങ്ങനെ പൊങ്കാലയ്ക്ക് വന്ന് നമ്മൾ കല അലങ്കരിക്കുകയാണ്. സിന്ദൂരവും കളമൊക്കെ വെച്ച് അലങ്കരിക്കുകയാണ്. കലം അലങ്കരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇഷ്ടികയിലൊക്കെ കളഭവും സിന്ദൂരമൊക്കെ തെളിയിപ്പിക്കുകയാണ്. നമ്മൾ ഭഗവാനെ അതിലേക്കാണല്ലോ ദേവിയുടെ വന്ന് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരിക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ അണിയിച്ചൊരുക്കുക എന്നുള്ളതും അതുപോലെ പൊങ്കാലയുടെ ഏറ്റവും വലിയൊരു ചടങ്ങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പൊങ്കാല കലത്തിൽ മാല അണിയിച്ചതിന് ശേഷം ഒരു കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ദേവിക്ക് നമ്മൾ ദേവി ആദ്യം അണിയിച്ച് ദേവിക്ക് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഗണപതിക്ക് വെച്ചു, വിളക്ക് കത്തിച്ചു, എല്ലാം ചെയ്തു. ഇനി നമ്മൾ പറയുന്ന സമയത്ത് പൊങ്കാല അടുപ്പിൽ തീ കൊളുത്തും. അപ്പോൾ നമ്മൾ പൊങ്കാല അടുപ്പിൽ തീ കൊളുത്തി. അപ്പോൾ പാലക്കൂട്ടനെല്ലാം വന്നത് ഇങ്ങനെ സഹായിച്ചത് അതിലാണ് എനിക്ക്. അവൾക്കൊരു സന്തോഷം. ഇങ്ങനെ എന്താ ചെയ്യുക, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇത്ര ഓടി അടക്കാറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ നമ്മുടെ അകത്ത് നിന്നെല്ലാം കാണാൻ ഇപ്പോൾ എന്നെ സഹായിക്കുക, പൊതുമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് തന്ന്. അപ്പോൾ എല്ലാം കൊണ്ടൊരു അവളിങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണല്ലോ. അവൾ നമ്മുടെ കൂടെ അതിനൊരു ഭാഗമാകുന്നതിൽ. അങ്ങനെ അവളും വന്ന് നമ്മുടെ കൂടെ എല്ലാത്തിലും ചടങ്ങിൽ പങ്കാളിയായി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മുറ്റത്തൂടെയൊക്കെ നടക്കാൻ പറ്റുന്ന പുള്ളിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. നമ്മൾ ഫ്ലാറ്റിലായ കാരണം പുള്ളിക്ക് അതൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മണ്ണൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടെ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ വെള്ളം ചൂടായപ്പം അവളെയും കൊണ്ട് തന്നെ ഒരു പിടി അരി ഇടിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഇട്ടോളാമെന്നും പറഞ്ഞിട്ട് വാരി വാരി കളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്താലും ഭഗവാൻ ദേവി ക്ഷമിക്കുമല്ലോ. അപ്പോൾ അവളുടേതായ സന്തോഷത്തിൽ ഇങ്ങനെ കൈകൊണ്ട് വാരി വാരി ഇടുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ കൈ കൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ച് ഇട്ട്, ഇത്തവണ അവൾ സ്വന്തമായിട്ട് അവളുടെ കൈ കൊണ്ട് ആ കുഞ്ഞു കൈകൾ വെച്ച് ദേവിക്ക് വാരിയിടുകയാണ്. അപ്പോൾ ഞാനും പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ പൊങ്കാല അടുപ്പിൽ അരി ഇടുകയാണ്. അപ്പോൾ പാലും അങ്ങനെ ഓടുന്നതുകൊണ്ട് തീയുള്ള കാരണം എനിക്കും ഭയങ്കര ടെൻഷനാണ്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ അവൾ ഇങ്ങനെ ഇടയ്ക്ക് അവിടെ പോകും, ഇടയ്ക്ക് ഇങ്ങോട്ട് ഓടി വരും, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ദേവി എല്ലാം എവിടെ നിന്നിട്ടാലും ദേവി കാണും. നമുക്ക് അവിടെ പോയിടാൻ പറ്റിയില്ല എന്നോർത്തൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെവിടെയാണോ അവിടെ നിന്ന് ഇടുക. നമ്മുടെ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനും എടുക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് നമ്മുടെ സ്വന്തം മുറ്റത്തോ അല്ല മറ്റൊരിടത്ത് എല്ലാവരും കൂടെ കൂട്ടായ്മയോട് കൂടിയൊക്കെ ഇടുമ്പോഴും അതും ഒരു വലിയ സന്തോഷമാണ്. ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ഒരു കൂട്ടായ പ്രാർത്ഥനയും ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പോയി ഇടാൻ പറ്റിയില്ലല്ലോ എന്നൊന്നും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കുറേ പേര് എന്നോട് പറഞ്ഞു നമ്മൾ എല്ലാ വർഷവും അവിടെ പോകണം, ഇത്തവണ പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ കിഴക്കോട്ടാണ് പറയുന്നത്. അപ്പുറം അപ്പുറം ഇളക്കിക്കാണ്ട് പൊങ്കാലയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ദേവി അനുഗ്രഹിച്ച് തിളച്ചൊക്കെ തൂടി. ഇനി നമ്മൾ എന്താ പറയുക, എന്താ പറയണമെന്നറിയില്ല. ആര്യ അവിടെ പൊങ്കാലയിട്ടു, ആര്യയ്ക്കും നന്നായി തിളച്ചൊക്കെ തൂവി. ഭയങ്കര സന്തോഷം. എല്ലാവരുടെയും കൂടെ പൊങ്കാലിടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഒറ്റയ്ക്ക് പൊങ്കാലിടുന്നേക്കാളും കുറേ പേരുടെ കൂടെ നിന്ന് നമ്മൾ പൊങ്കാലിടുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ വലിയൊരു നിറവാണ്. അപ്പം ഈ വർഷം ഇങ്ങനെ ഇടാൻ പറ്റി. എല്ലാ വർഷങ്ങളും മുടങ്ങാതെ ദേവിയുടെ പൊങ്കാലയിടാൻ ദേവി അനുഗ്രഹിക്കട്ടെ. എല്ലാം കാണിച്ചു പേടിക്കന്നെ കൂടിപ്പോ
മതി. ഇങ്ങനെ പിടിച്ചല്ല ഇളക്കണം, ഇങ്ങനെ ഞാൻ അമ്മമ്മ പറയണ ആരെങ്കിലും കേൾക്കണം. അമ്മ പറഞ്ഞ ഞാൻ കേൾക്കും. അതൊന്നും കുഴപ്പമില്ലെന്നാ കുഴപ്പമില്ല. ഇങ്ങോട്ട് നീക്കി വെക്കണം. അല്ല വെന്ത് ചേച്ചി ഇനി തേങ്ങ എടുത്തോ. ഇനി തേങ്ങ ഇട്ട് നെയ്യ് മുന്തിരിങ്ങ ഇട്ടു. മുന്തിരിങ്ങ ഇട്ടു. ഒന്നും കൂടെ വറ്റട്ടെ എന്നിട്ടിട്ടാ അല്ല ഇതൊന്നും യോജിക്കട്ടെ. പൊട്ടിച്ചുണ്ടായിരുന്നല്ലോ. ഇത് ഗണപതിക്ക് വെച്ച് തന്നെയുണ്ട്. ആ കവറിൽ നോക്കി എല്ലാരും ഇതിനകത്ത് ചിരിച്ച് ഓരോ കുമ്പിള് വെച്ചു. അത് വേഗം ചേടി വേഗം. മതി താഴെ. അപ്പോഴേ പൂർണ്ണാവുള്ളൂ. ഇല്ല ഇല്ല. ഇനി ആ തട്ടം വച്ചു. മണ്ണുണ്ട്. അങ്ങനെ നമ്മുടെ പൊങ്കാല നിവേദിക്കാനുള്ള സമയമായി. അപ്പം കർപ്പൂരം ഒഴിയാണ്. നമ്മളാറ്റുകാലമ്മയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഒഴിഞ്ഞതിന് ശേഷം നമ്മുടെ കലത്തിലെല്ലാം ഇങ്ങനെ ദീപാരാധന നടത്തുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നു പറഞ്ഞവർ പറഞ്ഞ കാരണം ഞാനങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ 5 പേര് പൊങ്കാല ഇട്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇട്ടൊക്കെ കഴിഞ്ഞു. ഇനി ദീപാരാധന നടത്തിയതിന് ശേഷം ഇനി പുണ്യാഹം തളിച്ച് ഇതാക്കണതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ എല്ലാം ഇട്ട് കഴിഞ്ഞ് ദേവിയെ പ്രാർത്ഥിച്ച് നമ്മൾ നാമമൊക്കെ ചൊല്ലിയിരുന്ന് അതിന് ശേഷമാണ് സമയം പെട്ടെന്ന് അങ്ങ് കടന്നു പോകും. അപ്പോൾ നമുക്ക് തോന്നും ഒത്തിരി സമയമുണ്ടെന്ന്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും കറക്റ്റ് നീതിക്കാനുള്ള സമയമായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി പുണ്യാഹം തളിച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും ഒരു നിറവാണല്ലോ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. നമ്മൾ നിവേദിച്ചത് ഉണ്ടാക്കിയ എല്ലാം കറക്റ്റായി വരികയും പായസമൊക്കെ കാണുമ്പോൾ നമുക്കും മനസ്സിന് സന്തോഷം. നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റായി വന്നല്ലോ. അപ്പോൾ ഇനി ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അപ്പം ചിന്തിക്കുന്നത് ഇനി അടുത്ത വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ്. ഇനി വലിക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത പൊങ്കാലയും നമുക്കെല്ലാവർക്കും വീണ്ടും ഇടാൻ പറ്റട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം നമ്മൾ വീണ്ടും ഒരു പൊങ്കാലയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്നൊരു വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.